എൻ്റെ ഒരു വാക്കിൻ്റെ പേരിലാണ് ആങ്കിൾ അത്രയും പൈസ മുടക്കി കണ്ണന് വേണ്ടി കളഞ്ഞത്. എൻ്റെ ഒറ്റ വാക്കിൻ്റെ പേരിലാണ്, ഞാൻ എപ്പോഴും പറയും. അപ്പോൾ അത് കുഴപ്പമില്ല, പടച്ചോൻ തിരിച്ചു തരും. ജയറാമിന്റെ മകനായ കാളിദാസ് ജയറാം അഭിനയിച്ച ഹാപ്പി സർദാർ എന്ന സിനിമ മലയാളികൾ ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും. ഈ ഒരു സിനിമയിലെ പ്രൊഡ്യൂസറായ ഹസീബ്, ആ ഹസീബിന്റെ അവസ്ഥ ഇന്ന് അതീവ ദയനീയം തന്നെയാണ്. ഹാപ്പി സർദാർ എന്ന സിനിമ സത്യം പറഞ്ഞാൽ ജയറാം ഹസീബിനെ കൊണ്ട് എടുപ്പിക്കുന്നതാണ്. ഹസീബിനെ കൊണ്ട് എങ്ങനെയെങ്കിലും തൻ്റെ മകനെ ഒരു അവസരം കൊടുക്കണമെന്ന് പറഞ്ഞ് ഈ ഹാപ്പി സർദാർ എന്ന സിനിമ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അപേക്ഷിച്ചുകൊണ്ടാണ് ഹസീബിനെ കൊണ്ട് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്നത്. മാത്രമല്ല ഒരു ഉറപ്പും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സിനിമ ഏതെങ്കിലും രീതിയിൽ പൊട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ പരാജയപ്പെടുകയാണെങ്കിൽ ഞാനുണ്ട് എന്ന് പറഞ്ഞ്. പക്ഷേ ഈ ഒരു സിനിമ 8 നിലയിൽ പൊട്ടി. മാത്രമല്ല പിന്നീട് ഹസീബിന് വേറെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായി. ലിവർ പ്രശ്നങ്ങളുണ്ടായി ഗുരുതര അവസ്ഥയിലായിട്ട് പിന്നീട് ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. പിന്നെ സ്ട്രോക്കും വന്നു. പക്ഷേ ഇത്രയുമൊക്കെ സംഭവം നടന്നിട്ടും ജയറാം എന്ന് പറഞ്ഞ എളിമയായ ആ വ്യക്തി തിരിഞ്ഞുപോലും നോക്കിയില്ല എന്നാണ് ഇപ്പോൾ ഹസീബിന്റെ സഹോദരിയും നടിയുമായ ഉഷ പറയുന്നത്. നിരന്തരം ഞങ്ങളുടെയൊക്കെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുന്ന വ്യക്തിയാണ് ജയറാം. അങ്ങനെയാണ് മകനെ കൊണ്ട് ഈ ഒരു സിനിമ എടുപ്പിക്കണമെന്ന് പറഞ്ഞ് ഹസീബിനെ പ്രേരിപ്പിക്കുന്നത്. എന്തെങ്കിലും ഒന്ന് വന്നാൽ കൂടെ നിൽക്കുമെന്നുള്ള ഒരൊറ്റ വിശ്വാസം. മാത്രമല്ല ഈ ഒരു സിനിമ പൊട്ടിയപ്പോൾ ഒരക്ഷരം പോലും അതിനെക്കുറിച്ച് വിളിച്ച് ചോദിക്കുകയോ അല്ലെങ്കിൽ ഹസീബ് ഇങ്ങനെ ആശുപത്രിയിലായപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ജയറാം ചെയ്യാത്ത ഒരു വ്യക്തിയാണെന്നും ഈ അടുത്ത് നൽകിയ ഒരു അഭിമുഖത്തിൽ ഉഷ വ്യക്തമാക്കുകയാണ്. ഒരിക്കലും മലയാള സിനിമയിൽ ഇനി ഒരു അവസരം കൊടുക്കരുതെന്നും ഇപ്പോൾ തമിഴ് സിനിമയ്ക്ക് അവസരം ലഭിക്കാൻ വേണ്ടി പല കള്ളങ്ങളും പറഞ്ഞ് അവിടുത്തെ വ്യക്തിയായി ജീവിച്ചു വരികയാണെന്നും ഇനി മലയാള സിനിമയിൽ കയറ്റരുത് എന്നുള്ള കമന്റുകൾ നിറയുന്നത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക.